വരൾച്ചയിൽ ജില്ലയിൽ 250 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും എന്നാൽ സർക്കാർ കണക്കിൽ 175 കോടി മാത്രമാണെന്നും കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട കൃഷിക്ക് നഷ്ടപരിഹാരം ക്ഷണിച്ചത് മഴക്കാലത്താണെന്നതും കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ കൃഷിനാശത്തിന് ഒരു വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകുവാൻ കൃഷി വകുപ്പിനായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജില്ലയിൽ 60% കൃഷി നശിച്ചിട്ടുണ്ട്. മഴ പെയ്തോടെ ഉണങ്ങിയ കൃഷിയിടത്ത് നിന്ന് ഫോട്ടോ എടുത്ത് അപേക്ഷ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ആന്റണി കുഴിക്കാട്ട് പറഞ്ഞു. അതിൽ 175 കോടി രൂപയുടെയും ഇടുക്കിയിലാണ് ഉണ്ടായത്. 14 ജില്ലകളിലൂടെ 257 കോടിയുടെ നഷ്ടമുണ്ടാകുമ്പോൾ അതിൽ 175 കോടി രൂപയുടെ നഷ്ടവും ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കിയിലെ 60% കൃഷിയും ഉണങ്ങിപ്പോയി എന്ന് കൃഷി ഡിപ്പാർട്ട്മെന്റ് തുറന്ന് സമ്മതിക്കുന്നു. ഉണങ്ങിയ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്ത് വേണം അപേക്ഷ കൊടുക്കുവാൻ. ഇത് സർക്കാർ പറയുന്നത് മഴക്കാലം തുടങ്ങിയപ്പോഴാണ്. അപ്പോഴത്തേന് ഉണങ്ങിയതൊക്കെ പച്ച പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഉണങ്ങിയതില്ല. കൃഷിക്കാരൊക്കെ അത് പലതും ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പല ആളുകൾക്ക് ഉണങ്ങിയ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപേക്ഷ തരാത്ത സാഹചര്യം ഇവിടെ ഉണ്ട്. മഴക്കാലം പിടിച്ച പകുതിയാണ്, ജൂൺ മാസത്തിലാണ് അപേക്ഷ തരാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ താമസിച്ചു പോയി. നേരത്തെ സർക്കാർ ഈ ഉണങ്ങിയവർക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസരം തന്നിരുന്നെങ്കിൽ, അപ്പോൾ വരൾച്ചയ്ക്കുള്ള ആളുകളുടെ അപേക്ഷ മേടിച്ച് കെട്ടിവെച്ചതല്ലാതെ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് യാതൊന്നുമില്ല. 175 കോടി രൂപ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ കർഷക കോൺഗ്രസ് ഇടുക്കിയിലാക്കാൻ പറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളെടുത്ത കണക്കനുസരിച്ച് 350-400 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ 250 കോടി രൂപയുടെ നഷ്ടമാണ്.